ഇന്ന് നമ്മളില്ലേ കോളേജിൽ നവരാത്രിൻ്റെ എത്രാമത്തെ ഡേയാ? 5th ഡേ 4th ഡേയാ? 5th ഡേ തോന്നുന്നല്ലേ വിളിച്ച. അപ്പം ഇന്ന് ഗർഭ നൈറ്റാ. ഡാൻഡിയ അത് ഡാൻഡിയ അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമിലുണ്ട്. അപ്പോൾ എത്രയ്ക്ക് പേരിൽ പോകാൻ പറഞ്ഞ് എത്രയ്ക്ക് പേരിലുണ്ട്. അപ്പോൾ അടുത്തിട്ടുള്ള ഇതൊക്കെ കാണിച്ചു തരാം. പിന്നെ കുറേ ദിവസമായിട്ട് വ്ളോഗ് ഇട്ടിട്ടില്ല. വേറൊന്നുമില്ല, പണിച്ച സൈഡായിരുന്നു. പണി നില വരെ 1.5 പണിയായിരുന്നു. അപ്പോൾ അങ്ങനെ സൈഡായിട്ടുണ്ടായി. അതുകൊണ്ടാണ് വ്ളോഗൊന്നും വരാണ്ടത്. അപ്പം ഓളം ഇങ്ങനെ ഓളം ഒരുങ്ങൽ അതാണ്, എൻ്റെ ഒരുങ്ങൽ ഇതാണ്. നമുക്ക് ചുരിദാറൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുർത്ത മാത്രം ആക്കിയിട്ട് ഫസ്റ്റ് 6:45 എനിക്ക് ചുരിദാർ എടുത്തിട്ട് കഴിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ ഒരു ചുരിദാറിനോടുള്ള അമിതമായ പ്രതിഷേധനം കാരണം ഞാൻ അതവിടെ ഊരിട്ട് ലാസ്റ്റ് മിനിറ്റ് ഊരിട്ട് കുർത്തിട്ട് കഴിച്ചു. പിന്നെ ഒരുങ്ങണം എന്നുണ്ട് ആഗ്രഹം, കമലാലിടണം എന്നുണ്ട്. പിന്നെ സമയമില്ല. ഇതന്നെ ഇങ്ങനെ കുറയ്ക്കാന്ന് അതാണ് ഞാൻ ചിന്തിക്കുന്നത്. സമയമില്ലാത്തതിന് ഒന്നും ഒരുങ്ങില്ല. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കോളേജിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു കേസ്. ഓക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ കോളേജ് എത്തി. ഇവിടെ ഇപ്പം ക്ലാസ് അടക്കും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും പരിപാടി അറിയില്ല. വന്നു കഴിഞ്ഞാൽ എപ്പോഴും ക്ലിനിക്കിൻ്റെ ഉള്ളിൽ കയറണം. ആ ചടങ്ങ് അങ്ങ് തീർക്കട്ടെ. ക്ലാസ്സാറായി. ക്ലാസ്സാറ് വീഡിയോ എടുത്തിന് പടി കിട്ടും. ഞാൻ ഉച്ചക്കത്തെ 2:30 ശേഷമുള്ള ക്ലാസ് സസ്പെൻഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ 2 ക്ലാസ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ബ്രേക്കാവും. പിന്നെ ഉച്ചക്കത്തെ ശേഷം ക്ലാസ് 2:30 ശേഷം. അപ്പോൾ ഫുള്ള് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 2:00 സസ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ 2 മണിക്കായിരിക്കും പരിപാടി തുടങ്ങാം. അപ്പോൾ അതുവരെ ഫ്രീ ആയിട്ടിരിക്കണം. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാവുന്ന സ്ഥലമാണ് ലൈബ്രറി. നോക്ക് ഗോപുവേ, നോക്ക് ഗോപുവേ, എന്തേലും പറ. അപ്പം ഇത് ഇതിനിടയിലുള്ളത് മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഇരിക്കേണ്ട അടുത്ത് എന്നെ ലൈബ്രറിയിൽ നിന്ന് ഒച്ചയാക്കിയിട്ട് എപ്പം നമ്മുടെ അടുത്ത് പുറത്തിടാന്നറിയില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കാര്യമായിട്ട് കാൽക്കുലേറ്റ് തന്നെ ഇല്ല. അടുത്ത ആഴ്ചയാണ് നാട്ടിൽ പോകേണ്ടത്. അതിനുവേണ്ടി അറ്റൻഡൻസിൻ്റെ കാൽക്കുലേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് അറ്റൻഡൻസ് നോക്കിയിട്ടിരിക്കാം. അപ്പോൾ ഓക്കെ. ആക്ഷൻ ഹീറോസ് ആയിട്ട് കൊടുത്തണം. അങ്ങനെ നമ്മൾ കോളേജിലേക്ക് എത്തി. 2:30 പരിപാടി തുടങ്ങാം. നമ്മൾ ലോണിലാണുള്ളത്. ലോണിൽ ഇവിടെ 10-15 സ്റ്റാളുണ്ട്. അപ്പോൾ ആ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഫുൾ സെറ്റിൽ കാണിച്ചു തരാം. ഓക്കെ വാ. അങ്ങനെ ഇതാണ് നമ്മൾ ടാറ്റു സ്റ്റാൾ. ഇവിടെ 50 രൂപ 60 രൂപ ഇതാണ് റേറ്റ് വരുന്നത്. ടെമ്പററി ആയിട്ട് ടാറ്റു വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നല്ല ഓക്കെ. നിങ്ങൾ നോക്കിനില്ലേ വേറെ എന്തിന്റെ പരിപാടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പരിപാടിയെ കുറിച്ച് കോളേജിനെ കുറിച്ച് പറയുന്നോ? പരിപാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിപാടി 2:30 ഇവിടെ എല്ലാം ഉച്ചയ്ക്കാണ് തുടങ്ങുന്നത്. ഇന്നെന്താ പരിപാടി തുടങ്ങുമ്പോൾ ബാക്കി അഭിനയിക്കുന്ന നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന സ്നേഹം നന്ദുവിനെ കിട്ടിയിട്ടുണ്ട്. നന്ദു പോലെ നന്ദു ഇവിടെ ക്ലാസ്സിലാ ഒരു പരിപാടി ഉള്ളൂ. പച്ചി മച്ചിലിട്ട് വേണ്ടി പരിപാടിക്ക് പച്ചി മാത്രല്ല അതൊക്കെ നന്ദുവിന്റെ അതിഗംഭീരമായ ഫോട്ടോഗ്രാഫി സ്കിൽസ് ആണ് ഈ കാണുന്നത്. എല്ലാം വീഡിയോയാ. ഇല്ല എഴുതുള്ളൂ മലയാളത്തില്. ഇതിനെ പറ്റി എന്ത് ചെയ്താലും ഇവിടെ വ്ളോഗാക്കി കളയുന്നത്. ഈ വീഡിയോ കളിക്കുന്ന
റൈവൽറി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇതറിയണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ ഹലോ, ഒന്നും കൂടെ അഭിനയിക്കോ? ഒന്നുകൂടെ അഭിനയിക്കോ? നേരൊന്നുമല്ല കായ് ചെയ്ത് നിൽക്കണേ ഉള്ളി. അതി അതി അതിനെന്തായാലും നിനക്കൊരു 1000 views ട്രെൻഡിങ് നമ്പർ. നിങ്ങൾക്ക് കഥ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ കഥ ഞാൻ തന്നെ യൂട്യൂബ് ചാനലിൽ വന്ന് പറയും. രോദനം, ആദ്യ രോദനം. വീട്ടിൽ പോയാൽ മതി. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പരിപാടി കാണാൻ പോവാം. കുറച്ച് ഫോട്ടോ എടുത്തെല്ലാം കഴിഞ്ഞ് പരിപാടി കാണാൻ വേണ്ടി പോവാം. പരിപാടി കാണിച്ചിടാം. Our tribal dances celebrate life, community, and the spirit of our land.
പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇതാ ക്ഷീണിച്ചിരിപ്പുണ്ട്. എല്ലാവരും നോക്ക്, പരിപാടി ഒന്നുണ്ട്. കാണുന്ന ഫൗണ്ടൈൻ ഇതാ രാത്രി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരം ഗൈസ്. ഇതാണ് നമ്മുടെ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി. ഇത്രേ കാണുന്നുള്ളൂ. ഇതാണ് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ഗൈസ്. ഇങ്ങനെ നമ്മളെ ഗർഭ നൈറ്റ് ചെയ്താൽ കഴിഞ്ഞിരിക്കുന്നത്. എന്തുണ്ട് പരിപാടി? പരിപാടി ഇവർക്ക് ഓക്കെയാണ്, നമുക്ക് ഓക്കെ അല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഡാൻസ് കളിച്ച്. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഗൈസ്. അപ്പൊ ഓക്കെ ബൈ. ഒരു പാട്ട് കേൾപ്പിച്ചേ. നമ്മളെ